ഹലോ, എവിടെ നിങ്ങളെ? ഇത് രണ്ട് വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി അപ്പൊ ഫസ്റ്റ് ആദ്യമേ കേക്ക് കേക്ക് ആദ്യമേ ഫസ്റ്റ് വരുന്നേ. ഇവിടെ വരുമോ? ഇങ്ങോട്ട് വരുമോ? ഇത് ഇന്നലെ ക്യാമറയിൽ വരും. ഇവിടെ നിൽക്കുക, ഇവിടെ നിൽക്കുക, ക്യാമറയിൽ വരണ്ടേ? എവിടാ? ഹലോ, എവിടെ വന്നേക്കണേ? എവിടെ വന്നേക്കണേ? ഇങ്ങനെ ബർത്ത്ഡേ സ്പെഷ്യൽ കേക്ക് കട്ടിങ് കഴിഞ്ഞു. വീണ്ടും വളരെ വാട്ടർഫോൾസ് അവിടെ ഉണ്ട്. അടിപൊളി വൈബ്, മഴയൊക്കെ ആയിട്ട്. പൊള്ളി വൈബ്. ഒതുങ്ങി കേട്ടോ, വണ്ടിയൊക്കെ പോകും. വളരെ വാട്ടർഫോൾസ്, വെള്ളമൊക്കെ അടിച്ച് തെറിച്ച് പൊങ്ങി വരുന്ന അതിൻ്റെ കൂടെ മഴ, അതിൻ്റെ കൂടെ നല്ല പോകും. നൈസ്. നമ്മൾ 2 ആഴ്ച മുമ്പ് വന്നതിനേക്കാളൊക്കെ ഭയങ്കര വൈബല്ലേ. രാവിലെ എണീറ്റിട്ട് ഈ സമയം 4:30 ഫുൾ സെറ്റാണ്. നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് ജീപ്പ് അവിടെ വന്ന് നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ സൂര്യനെല്ലി ടൗണിൽ തന്നെയാണ് റൂമുള്ളത്. അപ്പോൾ നമുക്ക് ജീപ്പിലേക്ക് പോകാം. അവിടെ നിന്ന് നേരെ കൊളുക്കുമല കേട്ടോ. അടിപൊളി സൺറൈസ് ആയിരിക്കും പ്രതീക്ഷിക്കാം. പുറത്ത് മഴയൊന്നുമില്ല, പക്ഷേ നല്ല കാറ്റിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം. ഇതിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ബാറ്ററിയും ഗോപ്രോയും ചാർജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓഫായി പോകാതിരിക്കാൻ പ്രാർത്ഥിക്കാം. ഇവിടെ ഒരു 500 കൊടുത്ത് പാസ് എടുത്തിട്ടുണ്ട്. നല്ല കാറ്റാണ്, അതുകൊണ്ട് എത്ര കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. സമയം 5 മണിയായി ഏകദേശം. നമുക്ക് ഇവിടെ 500 കൊടുക്കുക, പിന്നെ 2500 വേണ്ട, ഫിക്സഡ് റേറ്റ് ആണ്. ബാക്കി 2000 രൂപ പിന്നെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും ലെറ്റ്സ് ഗോ. ഇവിടെ ഈ മുകളിലേക്കുള്ള കയറ്റം സ്റ്റാർട്ട് ചെയ്ത് ലെഫ്റ്റ് സൈഡിലൊക്കെ നമുക്ക് തേയിലത്തോട്ടങ്ങളൊക്കെ കാണാം. ഇപ്പോൾ റോഡുണ്ട്. ടോട്ടൽ 12 കിലോമീറ്റർ. അതിലൊരു അവസാനത്തെ 5 കിലോമീറ്റർ കട്ട ഓഫ് റോഡാണ്. വിൻഡാണ്, എന്ത് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മളിവിടെ സ്പോട്ടിലെത്തി, ജീപ്പൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കിഡ് വ്യൂ ആണ്, കിഡ് വ്യൂ. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞൊന്നും ഒന്നും കേൾക്കാൻ പറ്റില്ല. ഇതേ പറന്ന് നിൽക്കുന്നു എല്ലാവരും. അപ്പം അങ്ങോട്ടാണ് നമുക്ക് നടന്നു പോകേണ്ടത്. പൊള്ളി കാറ്റ്. ഇവിടെ ചിൽഡ്രൻസിന് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഏതൊക്കെയോ മലയുണ്ട്. ഇതാണ് തോന്നുന്നു ഒരു എന്തോ സിൽവർ മൗണ്ടൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ പക്ഷേ ഇവിടെ ട്രക്കിംഗ് ഒന്നും അവൈലബിൾ അല്ല, എത്ര കാറ്റായതുകൊണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ട്രക്കിംഗ് ഒക്കെ ഉള്ളതായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇവിടുന്ന് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രക്കിംഗ് ഒക്കെ ഉള്ളതാണ്. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ.
അവിടെ നമുക്ക് ചെറിയൊരു ഇതിൻ്റെ ഒരു ഗ്ലാൻസ് കാണാം. സ്കൈയുടെ ഒരു ഓറഞ്ച് കളർ. ബ്രോ പെട്ടെന്ന് വാ. ലെറ്റ്സ് ഗോ. ഉദിച്ചു വരുന്നു. ഞാൻ പുറത്ത് വീഡിയോ എടുക്കുന്നതാണ്. നമ്മൾ ആ പോയിന്റ് കഴിഞ്ഞിട്ട് സണ്ണൊന്നും കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല, മേഘങ്ങളൊക്കെ കാരണം. പിന്നെ മഴയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ അവിടെ അടുത്ത പോയിട്ടുള്ളത് ഇവിടെയാണ് ജാഗ്വാറിൻ്റെ വ്യൂ പോയിൻ്റൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ കറങ്ങി ഇവിടെ മെയിൻ പോയിന്റിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഒരു സംഭവം സൂര്യനെല്ലി ടീ ഫാക്ടറി ആണ് കേട്ടോ. നമ്മൾ ആ വരുന്ന വഴിക്ക് ജസ്റ്റ് ആ റോഡ് നല്ല റോഡാണ് ഇവിടെ ഈ ഭാഗത്തുള്ളത്. അപ്പോൾ ഓഫ് റോഡ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ കയറാം. അപ്പോൾ തിരിച്ചിറങ്ങാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ നിന്ന് കയറി. ഇവിടെ നല്ല ചായ കുടിക്കാം, നമുക്ക് ടീ ഒക്കെ വാങ്ങാം, തേയില വാങ്ങാം, അതുപോലെ ഫാക്ടറി വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാം. സൂര്യനെല്ലി ടീ, അതുപോലെ ഇവിടെ മറ്റേ ഹാരിസൺ മലയാളത്തിൻ്റെയും ടീ കിട്ടുന്നുണ്ട്. അപ്പോൾ പല പല ക്വാളിറ്റിയിലുള്ള ടീ ഒക്കെ വാങ്ങാം കേട്ടോ. പെരിയ കനാൽ വാട്ടർഫോൾസ് ഭയങ്കര ബ്യൂട്ടിഫുൾ. ചെറിയ മഴയുണ്ട്. ഓ, ചുറ്റും മൊത്തം ടീ എസ്റ്റേറ്റ്സ് ആണ്. കൊളുക്കുമലയിലെ അടിപൊളി കാഴ്ചകൾ കണ്ട് നമ്മൾ തിരിച്ച് മൂന്നാറിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 25 കിലോമീറ്ററാണ് സൂര്യനെല്ലിയിൽ നിന്ന് മൂന്നാർ ടൗണിലേക്കുള്ളത്. അത് കഴിഞ്ഞ് മാട്ടുപ്പെട്ടിയൊക്കെ പോകാനാണ് നമ്മുടെ ഒരു പ്ലാൻ ഉള്ളത്. സൂര്യനെല്ലിയിൽ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ നമ്പറൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റൂമിന് 1300 രൂപ മാത്രമുള്ള ഒരു ഹോട്ടലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഹോട്ടലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് നല്ലൊരു രീതിയിലുള്ളൊരു റിസോർട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് മൂന്നാർ സൂര്യനെല്ലി റൂട്ടിലോ അല്ലെങ്കിൽ സൂര്യനെല്ലി തന്നെയോ ഇതൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് ഇതിലും അടിപൊളി എക്സ്പീരിയൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതിലെ കാഴ്ചകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. റൈഡ് സേഫ്, ഹെയിൽ ബൈക്കേഴ്സ്, ബൈ.